വാട്ട് ഇസ് ദ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്? വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ദ റിയൽ ടെസ്റ്റ് ഇസ് ആരുടെ വചനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? Whose words are we relying upon? That is a test of faith. നമ്മൾ കുറേയൊക്കെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു കാണുമായിരിക്കും. ഏറ്റവും നല്ല വചനം ജോൺ 3:16 ആണ് എന്നൊക്കെ പഠിച്ച് നമ്മുടെ മനസ്സിലും അത് എവിടെ വേണമെങ്കിലും നമുക്ക് ബൈ ഹാർട്ടായിട്ട് നമുക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് തത്തയ്ക്കും അത് കൊടുക്കാൻ പറ്റും, ഏത് ടേപ്പ് റെക്കോർഡറിനും അത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ വചനങ്ങൾ ക്രിയ ചെയ്യുന്നുണ്ടോ? Are these words bearing fruit? Are they becoming flesh? അതാണ് നോക്കേണ്ടത്. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ഇതാണ് എന്നെ നയിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനമാകുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ മനുഷ്യന് ഹി വാസ് പുട്ട് ഇൻ ഒരു സാഹചര്യത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ദൈവം പറഞ്ഞാണോ വിശ്വസിക്കുന്നത്, അതോ സാത്താൻ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ദെർ വാസ് എ ചോയ്സ്. അവിടെ തന്നെ അവനൊരു തീരുമാനം എടുക്കണമായിരുന്നു. ഇന്ന് നമ്മളുടെ മുമ്പിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്: നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത്, അതോ ലോകവും മനുഷ്യനും മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്? കാരണം നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ അനുസരിക്കുക, അല്ലേ? അപ്പോൾ ബോട്ടം ലൈനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അനുസരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണോ അനുസരിക്കുന്നത്, അതോ ലോകം പറയുന്നതാണോ അനുസരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 16-17 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം ആദാമിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് വായിക്കാവോ? അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. യു മേ ഈറ്റ് ഓഫ് ഓൾ ദ ഫ്രൂട്ട് ഓഫ് ഓൾ ദ ട്രീസ് എക്സെപ്റ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, അല്ലേ? അതല്ലേ ദൈവം പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഒന്ന് വായിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫൈനലായിട്ട് പറഞ്ഞാൽ, ഇൻ ദ ഡേ ദാറ്റ് യു ഷാൽ ഈറ്റ് ഓഫ് ഇറ്റ് യു ഷാൽ ഷ്വർലി ഡൈ. ഡൈ അല്ല, ഷ്വർലി ഡൈ. കാരണം എല്ലാ വചനത്തിനും അതിൻ്റെതായ തക്ക അർത്ഥമുണ്ട്. ഡൈ എന്ന് പറയുന്നതും ഷ്വർലി ഡൈ എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. ഷ്വർലി ഡൈ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സംശയമില്ല, മരണം തന്നെ സംഭവിക്കും. 3:4 എന്ന് പറഞ്ഞേ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നു യു ഷാൽ ഷ്വർലി ഡൈ. സാത്താൻ പറയുന്നു യു ഷാൽ ഷ്വർലി നോട്ട് ഡൈ. പ്രിയപ്പെട്ടവരെ, ആരുടെ വചനമാണ് നമ്മൾ അനുസരിക്കുക? ദിസ് ഇസ് വാട്ട് യു മസ്റ്റ്. നമ്മളുടെ ഇന്ന് ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ, ദിസ് ഇസ് എ ടെസ്റ്റ് ഓർ ദിസ് ഇസ് എ ചോയ്സ് ദാറ്റ് യു ഹാവ് ടു മേക്ക് എവറി ഡേ ഓഫ് യുവർ ലൈഫ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വചനം നമ്മൾ വായിച്ച് ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് കറക്റ്റ്ലി. കാരണം സാത്താൻ വന്ന് കളിക്കുന്നത് വചനം കൊണ്ടാണ്. സിസ്റ്റർ, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 16 ഒന്നും കൂടെ വായിച്ചേ. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. അടുത്ത വചനം പറയുന്നത്, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. ഹല്ലേലൂയ. So there was a command that you shall not eat. ഇപ്പുറത്ത് ഒരുത്തൻ പറയുകയാണ്, ഒരു ശുപാർശി, നീ തിന്നിട്ടുണ്ടെങ്കിലും നീ മരിക്കുകയില്ല, മാത്രമല്ല നീ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഇന്ന് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ദിസ് ഇസ് വാട്ട് വി കം ടു എ ക്രോസ് റോഡ് വേർ നമുക്ക് മനസ്സിലാക്കണം, വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? കേൾവി വഴിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? റോമർക്ക് ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് വിശ്വാസം വരുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുമ്പോഴാണ്. പക്ഷേ ഭയം എവിടെ നിന്നാണ് വരുന്നത്? സാത്താനിൽ നിന്ന് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ മനസ്സിലാക്കണം, സാത്താനെ നമ്മൾ കേൾക്കുന്നതിൻ്റെ കാരണം എന്താണ്? ലോകത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ട് അനുസരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്മ വരികയില്ല, എനിക്കിതിൽ നിന്ന് നന്മ കിട്ടുകയില്ല എന്നുള്ള എൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇത് വേണ്ട എന്നും ഞാൻ ലോകത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കാരണം വെച്ചാൽ സാത്താൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് എന്ന് അവൻ അറിയാം.
അപ്പോൾ ഞാൻ എന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുവോ ആ വചനം എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ് എന്ന് അവൻ അറിയാം. അതുകൊണ്ട് റോമർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ സാത്താൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കരുത്. അതനുസരിക്കാതെ ഇരിക്കുവാൻ വേണ്ടി അവൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഹീ ഈസ് വെരി കണ്ണിങ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം അവനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ജെനസിസ് 3:1. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ഹല്ലേലൂയ. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു. മതി. അപ്പൊ ഇവിടെ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, അവൻ അത്രയധികം കൗശല്യമേറിയവനായിരുന്നു, അല്ലെ? ഹി വാസ് കണ്ണിങ്. സോ അവൻ നമ്മളോട് ചോദിക്കുമ്പോൾ എപ്പോഴും ഹി വിൽ ആസ്ക് യു ക്വസ്റ്റ്യൻസ് ഫ്രം ദി എക്സ്ട്രീം. ദൈവം എന്താ പറഞ്ഞത്? നീ അതിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നാൻ പാടില്ല. അവൻ ചോദിച്ചത് എന്താണ്? തോട്ടത്തിലെ ഒറ്റ വൃക്ഷത്തിൻ്റെയും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ഒന്ന് വായിച്ചു ഒന്നും കൂടെ. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിൻ്റെ പോലും തിന്നരുതെന്ന്. പക്ഷെ ദൈവം പറഞ്ഞെന്താണ്? ഒന്നിൻ്റെ മാത്രം. സി, ദിസ് ഇസ് വെയർ ഹി കൺഫ്യൂസസ് യു വിത്ത് ദ വേർഡ്. വചനം തന്നെ കൺഫ്യൂസ് ചെയ്യും. ഒടുക്കം നമുക്ക് എന്താണ് ദൈവം പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് സാത്താൻ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒടുക്കം നമ്മൾ ചിലപ്പം നമ്മുടെ ഒരു നാണയം എടുക്കുമായിരിക്കും, എന്നിട്ട് ഒന്ന് ടോസ് ചെയ്യുമായിരിക്കും. ഏതെങ്കിലും ഹെഡ്സ് ഐ വിൻ ആൻഡ് ടെയിൽസ് യു ലൂസ്. അപ്പോൾ നമുക്ക് വേണ്ടതുപോലെ തന്നെ എല്ലാം നടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ആ വചനം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. കാരണം നമ്മളറിയാം, അവിടെ ഈസ് എ വെരി കണ്ണിങ് ഡിസെപ്റ്റീവ് പേഴ്സൺ. ആ സംശയത്തിലൂടെയാണ് അവൻ നമ്മളെ വശീകരിക്കുന്നത്, ത്രൂ ഡൗട്ട്. കാരണം അപ്പോൾ അവിടെ ഔവ്വായിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നോ? ഇല്ല. ഔവ്വായി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നോ? അതെ. പക്ഷേ സാത്താൻ അത് പറഞ്ഞപ്പോൾ അവിടെ സംശയം വന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ സംശയം ഇട്ടിട്ടാണ് അവൻ നമ്മളെ അനുസരണക്കേടിലേക്ക് നയിക്കുന്നത്. ദൈവം പറഞ്ഞത് ഇതാണോ? ഇത്രയധികം പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത്? വചനം അനുസരിച്ച് ഇങ്ങനെയാണോ ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ സംശയം ഇട്ടിട്ട് ആ സംശയം വഴി അവൻ നമ്മളെ അനുസരണക്കേടിൻ്റെ മക്കളാക്കും. കാരണം അനുസരണക്കേടിൻ്റെ പിതാവാണ് അവൻ. അവൻ്റെ മക്കളാക്കും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ നുണയൻ്റെ പിതാവാണ്. അവൻ മക്കളെ അന്വേഷിച്ച് നടക്കുകയാണ്. അവനും ഈ അഡോപ്ഷൻ്റെ ഭയങ്കര ഏജൻസി ഉള്ളവനാണ്. He wants to adopt you. നമുക്കറിയാം, റോമർക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, അതിനുപരി പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ, അതുവഴി എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പറയുവാനുള്ള ഒരു കഴിവ് തന്നിരിക്കുന്ന ദൈവമാണ്. അതേ ആ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവ് ദൈവത്തിലാകാം, അല്ലെങ്കിൽ പിശാചിൻ്റെ പുത്രനാകാനുള്ള ഒരു ആത്മാവും ആകാം. പ്രിയപ്പെട്ടവരെ, അവൻ ഹി ടേക്സ് യു ബൈ ഡിസെപ്ഷൻ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം എന്ന് പറയാമോ? അങ്ങനെ കൺഫ്യൂഷൻ വന്നു, ഡിസെപ്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ വചനം തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുവാൻ തുടങ്ങും. ഔവ്വായുടെ ഒരു വ്യാഖ്യാനം അവിടെ കേൾക്കാം. ഉൽപ്പത്തി 3:3. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. അപ്പൊ അവിടെ സ്റ്റാർട്ടഡ് ആഡിങ്, സബ്ട്രാക്ഷൻ, ചേഞ്ചിങ് എല്ലാം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇതാണ് ആ ദൈവത്തിൻ്റെ വചനം. ആ വചനമായിട്ട് ദൈവം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അതിന് പിന്നെ ക്വാളിഫിക്കേഷൻ ഇല്ല. ഇന്ന് പലപ്പോഴും സാത്താൻ നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണയിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മളുടെ മനസ്സിൽ സംശയങ്ങൾ ഇടുകയാണ്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് വന്നിട്ട് സംശയം ഇട്ടിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണയിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ്. കാരണം സാത്താനും ഈ ലോകവും വളരെ ഷ്രൂഡാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ യേശു തന്നെ ഒരു നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട്, ആ ഭൃത്യന് യേശു തന്നെ ഒരു സല്യൂട്ട് കൊടുത്തതാണ്. അവിടെ യേശു തന്നെ ഒരു സല്യൂട്ട് കൊടുത്തതാണ്. വായിക്കുക. കൗശലപൂർവം പ്രവർത്തിച്ചതിൽ
നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. ബാക്കി വായിച്ചേ. എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറക്കാരോട് വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. പ്രിയപ്പെട്ടവരെ, സോ ഡോണ്ട് ലെറ്റ് പീപ്പിൾ കം ആൻഡ് ടേക്ക് യുവർ ഫെയ്ത്ത് അവേ. നമ്മളുടെ വിശ്വാസം മനുഷ്യൻ ചില ആർഗ്യുമെൻസിലും ചില റീസണിങ്ങിലൂടെ നമ്മളെ ആ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കരുത്. Are you with me? കാരണം the people of this world are more shrewder than the people of the kingdom of God. ഈ പെർട്ടിക്കുലർ ഏരിയയിൽ. സോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ വചനം മാത്രം അനുസരിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, അനുസരിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംശയമിട്ടിട്ട് പിന്നെ നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണയിൽ നിന്ന് തീർച്ചയായിട്ടും അവൻ നമ്മളെ മാറ്റുകയും ചെയ്യും. ഹല്ലേലൂയ. പിന്നെ 2 കൊരിന്ത്യർ 11-ാമത്തെ വചനം ഒന്ന് വായിക്കുക. അവിടെയും പൗലോസപ്പോസ്തലൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസപ്പോസ്തലൻ വഴി പറയുകയാണ്, ഇത്രയധികം എല്ലാം കേട്ടിട്ടും ഇത്രയധികം നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ചിട്ടും പോലും ഒരു സംശയം അവിടെ പറയുകയാണ്. എന്താണ്? സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. So there is a constant fear. ഇവിടുത്തെ വചനം I'll just read in English. But I fear lest somehow as a serpent deceived Eve by his craftiness, so your minds may be corrupted from the simplicity and the purity that is in Christ Jesus our Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, the people are crafty. അവർ എങ്ങനെയെങ്കിലും വശീകരിച്ച് നമ്മളെ ദൈവത്തിൻ്റെ ആ വചനത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ജീവനിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകാൻ പോകും. കാരണം അവൻ്റെ സ്വഭാവം എന്താണ്? യോഹന്നാൻ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ വരുന്നത് എന്തിനാണ്? കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. He wants to steal your eternal life. He wants to destroy your eternal life. He wants you to have eternal death. അതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, we must be always careful. വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ എല്ലാം കേൾക്കുവാനായിട്ട്. വചനം മാത്രം. കാരണം ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, there is no other foundation that is laid except the foundation that is in Jesus Christ. യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു അടിത്തറ ഇല്ല. ആ ഫൗണ്ടേഷനിൽ വേണം നമ്മളുടെ വിശ്വാസം നമ്മൾ പണിതുയർത്തുവാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ വചനത്തിൽ വായിച്ച് മനസ്സിലാക്കിയുള്ള ഒരു സത്യമുണ്ടല്ലോ, പാറയിൽ പണിത ഒരു ഭവനം പോലെയായിരിക്കും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെള്ളപ്പൊക്കവും മഴയും കാറ്റും എല്ലാം വന്നാലും ആ ഭവനം അവിടെ നിരിക്കും, അത് അനങ്ങുകയില്ല. അപ്പോൾ ദ ഫൗണ്ടേഷൻ മസ്റ്റ് ബി ജീസസ് ക്രൈസ്റ്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം വേറൊരു കാര്യം, സിസ്റ്റർ ആരാധനയുടെ സമയത്ത് പറഞ്ഞിരുന്നു, റോമൻസ് 12-ാമത്തെ വചനം, that we should not be conformed to the world. ഒന്ന് വായിക്കാവോ? നമ്മുടെ മനസ്സ് എപ്പോഴും must be focused on Jesus Christ. യേശു ക്രിസ്തുവിനെ മാത്രം. ഹെബ്രായരുടെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം പറയുന്നത് പോലെ, looking unto Jesus the author and the finisher of my faith. എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അത് പൂർണ്ണതയിലേക്കും വരുന്ന യേശു ക്രിസ്തുവിനെ മാത്രം ഞാൻ മുന്നിൽ കണ്ടിട്ട് വേണം എൻ്റെ ക്രിസ്ത്യ ജീവിതം ഞാൻ നയിക്കുവാനായിട്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ ഞാൻ വീണ് കാര്യങ്ങളൊക്കെ മറന്ന് ആ വചനമൊക്കെ മാറ്റിവെച്ച് ലോകത്തിൻ്റെ പോലെ ഞാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ശ്രദ്ധ വായിച്ചു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി. മനസ്സിന്റെ നവീകരണം ഒന്ന് പറഞ്ഞേ. മനസ്സിന്റെ നവീകരണം, രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന്റെ ഒരു നവീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് അനുസരിക്കുവാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ലോകത്തിലേക്കല്ല. ലോകത്തിൽ മനുഷ്യൻ പലതരത്തിൽ പെരുമാറുമായിരിക്കും. ഹല്ലേലൂയ. നിയമാവർത്തനം 30-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്, ദൈവം നമ്മുടെ മുമ്പിൽ ജീവൻ വെച്ചിരിക്കുന്നു, മരണവും വെച്ചിരിക്കുന്നു, അനുഗ്രഹം വെച്ചിരിക്കുന്നു, ശാപം വെച്ചിരിക്കുന്നുണ്ട്. വായിച്ചു സിസ്റ്റർ. പക്ഷേ അവൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ സ്വമനസ്സുണ്ടല്ലോ, ദാറ്റ് ഇസ് എ ഫ്രീ വിൽ, അത് മാനിക്കുന്ന ഒരു ദൈവമാണ്. ഒരിക്കലും നമ്മളോട് ഇന്നത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയില്ല. വചനത്തിൽ പറയും, പക്ഷേ ഹി വിൽ നോട്ട് പുഷ് യു ടു ഡു ഇറ്റ്. നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ട് വേണം ആ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയോ അത് ലംഘിക്കുകയോ ചെയ്യുന്നത്. വായിച്ച്
Deuteronomy 30:15. ഇതാ ഇന്ന് ഞാൻ ആ. നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. Hallelujah. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കാൻ ഇവിടെ നമ്മളുടെ ജീവൻ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവകാശം ദൈവം നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. ടു ചൂസ് ലൈഫ്. അതാണ് പിന്നെയും അടുത്ത 19-ാമത്തെ വചനം ഒന്ന് വായിക്കോ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിലെ ഒരു എന്നാ നമ്മുടെ കൾച്ചർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാരൊക്കെ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി, അല്ലേ? മക്കൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. മക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി, ആ മക്കൾ അവരുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി. അങ്ങനെ വി ആർ വർക്കിംഗ്, വി ആർ സ്ലേവ്സ്. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ പിൻ തലമുറയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് പിൻ തലമുറയ്ക്ക് നമ്മൾ കരുതി വയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് നമ്മളുടെ പിൻ തലമുറയ്ക്ക് കരുതി വെക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ചൂസ് ലൈഫ് ദാറ്റ് ബോത്ത് യു ആൻഡ് യുവർ ഡിസെൻഡൻസ് മേ ലിവ്. ആ ജീവൻ്റെ ഉറവിടം ആരാണ്? ജീവൻ്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെ. ആ ക്രിസ്തു ആവുന്ന യേശു ആവുന്ന ക്രിസ്തുവിൽ അല്ലാതെ ആ ജീവന് ഇല്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം ഒന്ന് വായിക്കുക, 20-ാമത്തെ. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് ദൈവം ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അവകാശം മുഴുവൻ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ദൈവത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന അടിസ്ഥാനത്തിൽ ആ ദൈവവുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടാവുകയും ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും. ഐ വിൽ ക്ലിങ് ഓൺ ടു ഹിം. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്താ സംഭവിക്കുക? എനിക്ക് അവൻ്റെ ജീവൻ കിട്ടും. എനിക്ക് അവന് ജീവൻ കിട്ടുമ്പോൾ എനിക്ക് ആയുസ് ഉണ്ടാവും. ദിൽ ബി ലെങ്ത് ഓഫ് ഡേയ്സ്. ആ ലെങ്ത് ഓഫ് ഡേയ്സ് ഉണ്ടാകുന്നത് എന്തിനാണ്? എനിക്ക് അവൻ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അവകാശമായി കിട്ടുവാൻ വേണ്ടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ എബ്രഹാമിൻ്റെ സന്തതി ആരൊക്കെയുണ്ട്? എബ്രഹാമിൻ്റെ സന്തതി. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ സർനെയിം എബ്രഹാം ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ സർനെയിം എബ്രഹാം വളരെ കുറച്ച് പേരെ കാണുകയുള്ളൂ എബ്രഹാം എന്ന സർനെയിം ഉള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വി ആർ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ ഹെയർസ് ഓഫ് ഏബ്രഹാം. ഏബ്രഹാമിൻ്റെ വിശ്വാസത്തിലാണ്. കാരണം ആ വിശ്വാസത്തിലാണ് എനിക്ക് അവകാശം കിട്ടുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനം ആർക്ക്? എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനൊക്കെ കൊടുത്ത അവകാശങ്ങൾ ആ പിൻതലമുറയാകുന്ന നമ്മൾക്ക് അത് നമ്മളുടെ അവകാശമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എബ്രഹാമിൻ്റെ വിശ്വാസത്തിലാണ്. ദാറ്റ് ഈസ് എ ലീനിയേജ് ഓഫ് ഏബ്രഹാം. അതാണ് ദൈവം പറയുന്നത്, അവൻ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്നാ. ഇറ്റ് വാസ് അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. അപ്പോൾ ആ ലീനിയേജസ് നീതിയുടെ ലീനിയേജാണ്. ആ ലീനിയേജിൽ എനിക്കും എബ്രഹാമിൻ്റെ അതേ അനുഗ്രഹങ്ങൾക്ക് എൻ്റെ അവകാശമായിട്ട് കിട്ടും. പക്ഷേ എബ്രഹാം ചെയ്തിരുന്നു, എന്തൊക്കെയാണ് ചെയ്തത്? അവൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി, അല്ലേ? ഒന്നും ചോദിക്കാതെ അവൻ ഇറങ്ങി വന്നിട്ട് ആ എബ്രഹാം ആ ദൈവത്തെ മാത്രമേ മുറുകെ പിടിച്ചുള്ളൂ. ഇസഹാക്കിനെ പോലും മുറുകെ പിടിച്ചില്ല, അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മാത്രമേ അവൻ മുറുകെ പിടിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും നമ്മളുടെ ഇസഹാക്കുമാരെയൊക്കെ ഒന്ന് മാറ്റിക്കളയേണ്ട സമയമായി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് ശാപമായി തീരുന്നുണ്ട്. എന്താണ്? നമ്മൾ ആ അനുഗ്രഹങ്ങളെ വിഗ്രഹങ്ങളാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഒരു നല്ല സാമ്പത്തിക ഒരു നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒടുക്കം ആ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാരണം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ സമയമില്ലാതെ വരികയാണ്. അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് വൈകുന്നേരങ്ങളൊക്കെ ക്ലബിൽ പോയി കളിക്കണം, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല. അതേസമയത്ത് മരിക്കാൻ കട്ടിലെ കിടക്കുകയാണെങ്കിൽ ദൈവത്തിനെ ആരാധിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് അസുഖം പെടുകയാണ് ഇച്ചിരി കൂടെ നല്ലത്. കാരണം നിങ്ങൾക്ക് അസുഖമില്ലാതെ നിങ്ങൾ ആരോഗ്യമായിട്ട് നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ലാതെ നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു രോഗമെന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് നിത്യരക്ഷയിലേക്ക് പോവുകയാണ്.
അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നിങ്ങളെ ഒരു കൈ ഇല്ലാതെ അല്ലെ ഒരു കണ്ണില്ലാതെ ദൈവ സ്വർഗരാജ്യത്തിൽ പോകുന്നതാണ് രണ്ട് കണ്ണും രണ്ട് കൈയും കൂടെ നിത്യനാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത്. പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ശാപമായിട്ട് വരികയാണ്. എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ദ ലോർഡ് ഇവിടെ എഴുതും, എന്നിട്ട് ഉള്ളിൽ മുഴുവൻ വിഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി തോട്ട് നമ്മളുടെ വിശ്വാസം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതോ ലോകത്തെ കണ്ടിട്ട് ലോകത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ചെയ്താൽ മാത്രമേ ലോകം എന്നെ അംഗീകരിക്കുകയുള്ളൂ, അവരുടെ കൂടെ എനിക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാകണം, അതുകൊണ്ട് ലോകം എന്ത് പറയുന്നു അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നവരാണോ നാം? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കണം. വില കൊടുക്കേണ്ട വരും. ദാവീദ്, നമുക്കറിയാമല്ലോ, ദാവീദ് പറഞ്ഞത്, എനിക്ക് വില കൽപ്പിക്കാത്ത ഒരു ബലി എനിക്ക് അർപ്പിക്കുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. ഐ ഡു നോട്ട് വാണ്ട് ടു മേക്ക് എ സാക്രിഫൈസ് വിച്ച് ഡസ് നോട്ട് കോസ്റ്റ് മീ എനിത്തിങ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഒരു വില കൊടുക്കണം. ഇറ്റ് ഡസ് നോട്ട് കം ആസ് ഒന്ന് വാങ്ങിച്ചാൽ രണ്ട് ഫ്രീ എന്നുള്ളത്. നോ, ദർ ഇസ് എ പ്രൈസ് ദാറ്റ് യു ഹാവ് ടു പേ. ആ പ്രൈസ് എന്താണ്? ചിലപ്പോൾ സമൂഹത്തിൽ അവർ ചിലപ്പോൾ നിങ്ങളെ തള്ളിക്കളയുമായിരിക്കും, നിങ്ങളൊരു എന്നാ പറയുന്നത് ഒരു ഫാനറ്റിക്കാന്ന് പറയുമായിരിക്കും. അല്ലാതെ യു കനോട്ട് ഒരു മതിലേലുള്ള ഇരിപ്പ് നിർത്തണം. പ്രിയപ്പെട്ടവരെ, മതിലേന്നൊന്ന് ഇറങ്ങി വരണം. അതല്ലേ ദൈവം പറയുന്നുണ്ടല്ലോ വെളിപാട് പുസ്തകത്തിൽ, ഐ വിഷ് ദാറ്റ് യു ആർ ഹോട്ട് ഓർ യു ആർ കോൾഡ്, ഡോണ്ട് ബി ലൂക്ക് വാം, ഐ വിൽ സ്പിറ്റ് യു ഔട്ട്. പറയുന്നില്ലേ? നമുക്കറിയാമല്ലോ. ഒന്നെങ്കിൽ നീ ചൂടുണ്ടാകുക, ബി ഹോട്ട് ഫോർ മീ, or be cold, don't be lukewarm. മതിലുള്ള യാത്ര അല്ല ഇരിപ്പ് അല്ല രണ്ട് വഞ്ചികളുള്ള യാത്ര പ്രിയപ്പെട്ടവരെ, അത് നിർത്തേണ്ട സമയമായി. യു ഹാവ് ടു മേക്ക് എ ചോയ്സ് ഫോർ ജീസസ്. അതല്ലേ ഇവിടെ പറയുന്നേ, ഞാൻ നിന്റെ മുമ്പിൽ ജീവൻ വെച്ചിരിക്കുകയാണ്, മരണം വെച്ചിരിക്കുകയാണ്, അനുഗ്രഹം വെച്ചിരിക്കുകയാണ്, ശാപം വെച്ചിരിക്കുകയാണ്. ചൂസ് ലൈഫ്. അല്ലാതെ ഞാൻ വിശ്വാസിയാണ്, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന സഭയിലെ ഇന്ന് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭയിലെ അംഗമാണ്, ഞാൻ അവിടെ വചനം കൊടുക്കുന്നുണ്ട്, അല്ലെ ഞാൻ ആ ടീമിലെ മെമ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യേശു ക്രിസ്തുവിനെ നീ അനുഗമിക്കുന്നുണ്ടോ? ആർ യു ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്? ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ എന്നാണ് പറയുന്നത്. ദർ ഇസ് എ പ്രൈസ് ടു ബി പെയ്ഡ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വില കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, അല്ലേ? ദർ ഇസ് എ പ്രൈസ് ടു ബി പെയ്ഡ്. നിങ്ങൾ എത്ര വില പിടിക്കുന്ന ഒരു സാധനം വാങ്ങിക്കുന്നു അത്രയധികം വില കൊടുക്കണ്ടേ? വലിയ ഡയമണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പൈസ കൊടുക്കണ്ടേ? ഹലോ, 10 സോവറിൻ്റെ മാല വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 1,00,000 ചില്ലാനും രൂപ കൊടുക്കണ്ടേ? വെറുതെ കിട്ടുന്നതിന് വിലയില്ല. സോ ഇറ്റ് കോസ്റ്റ് യു സംതിങ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ അവൻ്റെ ഒരു പറമ്പിൽ, അവൻ്റെ അല്ല വേറൊരു പറമ്പിൽ വലിയൊരു നിധി ഉണ്ടെന്ന് കണ്ടിട്ട് അവൻ വചനം പറയുന്നത് അവൻ ഉള്ളതെല്ലാം വിറ്റു. ആൻഡ് ഹി പർച്ചേസ് ദാറ്റ് ഫീൽഡ് സോ ദാറ്റ് ഹി കുഡ് പൊസസ് ദാറ്റ് പേൾ ഓഫ് ഗ്രേറ്റ് വാല്യൂ. പ്രിയപ്പെട്ട, ഇത് യേശുവിനെ നമ്മൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണം. ആരൊക്കെ ഉണ്ട് വില കൊടുക്കാൻ തയ്യാറായവർ? കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട സമയമായി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 14, 15, 16 ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ വായിക്കേണ്ടത് റോമാർക്കുടെ ലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിലാണ്. ദ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. മരണം, നിത്യ മരണമാണ് പാപത്തിൻ്റെ വേദന. വായിക്കുക Romans 6:23. But the gift of God is eternal life in Christ Jesus our Lord. പാപത്തിൻ്റെ വേദന മരണമാണ്, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ഹല്ലേലൂയ. അപ്പോൾ ഇറ്റ്സ് ടൈം ദാറ്റ് യു വോക്ക് അപ്പ്. ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് നമ്മളെ തന്നെ ഒരു വില കൽപ്പിക്കണം. വില എന്ന് പറഞ്ഞാൽ അസസ് യുവർ സെൽഫ്. നമ്മൾ എവിടെയാണ്? അല്ലാതെ വെറുതെ ഞാൻ പറയുന്നത് ഒരു ലേബിൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവർ. ദൈവം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല, കാരണം നീ എന്നെ അറിഞ്ഞിട്ടില്ല. കാരണം നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, അല്ലേ? യോഹന്നാൻ 17:3 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യാക്കോബ് 1:14-16 വരെ ഒന്ന് വായിക്കാം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം
ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഹല്ലേലൂയ. ഇവിടെ തന്നെ ഫണ്ടമെന്റൽ പറയും, അല്ലാതെ അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതല്ല. ഇറ്റ് ഈസ് അവർ ഓൺ, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ് അസ്. പറയുന്നത്, ബട്ട് ഈച്ച് വൺ ഇസ് ടെംപ്റ്റഡ് വെൻ ഹി ഈസ് ഡ്രോൺ അവേ ബൈ ഹിസ് ഓൺ ഡിസയേഴ്സ് ആൻഡ് എൻറ്റൈസ്ഡ്. ആരാ എൻറ്റൈസ് ചെയ്യുന്നത്? ലോകം. ആൻഡ് യു ഫോൾ ഫോർ ഇറ്റ്. ലോകത്തിൻ്റെ എപ്രൂവൽ, ലോകത്തിൻ്റെ എപ്രൂവൽ എന്താ മലയാളത്തിൽ പറയുന്നത്? അംഗീകാരം. യെസ്, ലോകത്തിൻ്റെ അംഗീകാരം തേടി മനുഷ്യൻ എന്ത് പറയും? ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവരെന്നോട് എന്ത് പറയും? അവരെന്നെ എങ്ങനെ കണക്കാക്കും? അതുകൊണ്ട് വചനം ഞാൻ വെച്ചിട്ട് ലോകത്തിൻ്റെ പുറകെ പോവാം. അടുത്ത വചനം വായിച്ചേ. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഏത് മോഹമാണ്? ഗ്രേറ്റസ്റ്റ് മോഹം ഈസ് അപ്രൂവൽ ഓഫ് മാൻ. മനുഷ്യന്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ മോഹം. കാരണം എന്താണ്? ധനവാനാകുമ്പോൾ അവൻ ആദ്യം പറയുന്നത് എന്താണ്? ഐ ഹാവ് അറൈവ്ഡ്, അല്ലേ? സമൂഹത്തിന് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഹി വാണ്ട്സ് ടു ബി അപ്രൂവ്ഡ് ബൈ മാൻ. അപ്രൂവൽ ഓഫ് മാൻ, അതാണ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. നമുക്കറിയാം, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദ പ്രൈഡ് ഓഫ് ദ ഫ്ലെഷ്, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. വായിക്കുക. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. Do not be deceived. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. But each one is tempted when he is drawn away by his own desires and enticed. Then when desire has conceived, ഗർഭം ധരിച്ചു, പിന്നെ ആ ഡിസയറിന് എന്താ സംഭവിക്കുന്നത്? It gives birth to sin. And sin, when it is fully grown, brings forth death. ഒരു നിത്യ മരണം. It says, do not be deceived, my beloved brethren. സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരികെ നോക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, is not fit for the kingdom of God. A person who has put his hand on the plow and turns back is Lord's wife. It's not fit for the kingdom of God. മനുഷ്യൻ എന്താ പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. Are you with me? Hallelujah. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിലപ്പം യു വിൽ ഹാവ് ടു ഏൺ ദ എന്നാ പറയുന്നത്, മനുഷ്യൻ്റെ ഒരു ഡിസ്റെസ്പെക്റ്റും അവൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ നമ്മൾ ഇത് വരും. ബട്ട് ദാറ്റ് ഇസ് എ പ്രൈസ് ആൻഡ് ഇസ് വെൽ പെയ്ഡ്. ബിക്കോസ് അതിൻ്റെ റിവാർഡ് എന്താണ്? ദി അപ്രൂവൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അംഗീകാരം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ 11-ാമത്തെ വചനത്തിൽ, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു please God, and those who come to him must believe that he is, and that he is a rewarder of those who diligently seek him. അവനെ അന്വേഷിക്കുന്നവനെ അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ.